എല്ലാവർക്കും ക്രിസ്മസ് പ്രെയർ ചാലഞ്ചിന്റെ 6ാം ദിവസത്തിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് അടഞ്ഞ വാതിലുകളെ പറ്റിയാണ്. ദീർഘമായ യാത്രയ്ക്ക് ശേഷം ബത്ലഹേമിലെത്തിയ മറിയത്തിനും ജോസഫിനും വേണ്ടിയിരുന്നത് അല്പം വിശ്രമമായിരുന്നു. ക്ഷീണിതരായ അവർ ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് ഒരു താമസ സ്ഥലം അന്വേഷിച്ചു തുടങ്ങി. എന്നാൽ അവർക്കെങ്ങും ഇടം ലഭിച്ചില്ല. ഈ കഥ നമ്മോട് പറയുന്നത് ലളിതമായ ഒരു സത്യമാണ്. ദൈവമാർഗത്തിൽ നടക്കുമ്പോഴും എല്ലാ വാതിലുകളും നമുക്ക് മുമ്പിൽ തുറക്കണമെന്നില്ല. അവസാനം അവർ എത്തിയത് ഒരു കാലിത്തൊഴുത്തിൽ, ആഡംബരങ്ങളില്ലാത്തൊരിടം. അത് തന്നെയായിരുന്നു ദൈവം അവർക്കായി ഒരുക്കിയ ശരിയായ സ്ഥലം. അവിടെയാണ് ലോകത്തിന്റെ രക്ഷകനായ യേശു പിറന്നത്. ദൈവം നമ്മോട് പറയുന്നതും ഇത് തന്നെയാണ്. വാതിലുകൾ അടയുന്നത് നമ്മുടെ തോൽവിയല്ല, പകരം നമ്മൾ മറ്റൊരു ദിശയിൽ പോകണമെന്നുള്ളതിന്റെ സൂചനയാണ്. നമ്മുടെ ജീവിതത്തിലും നമുക്ക് കുറെ അടഞ്ഞ വാതിലുകൾ ഉണ്ടാകും. ഒരിക്കലും കിട്ടാത്ത ഒരു ജോലിയോ, കൈവിട്ടുപോയ അവസരമോ, ഉത്തരം കിട്ടാത്ത ഒരു പ്രാർത്ഥനയോ, അങ്ങനെ എന്തെങ്കിലും. നമ്മൾ പലപ്പോഴും ഇതെല്ലാം അടഞ്ഞ വാതിലുകളായി കാണുന്നു. ദൈവം ഇതിലൂടെ നമ്മോട് പറയുന്നത്, ഞാൻ വാതിലുകൾ അടയ്ക്കുന്നത് നിന്നെ സംരക്ഷിക്കാനാണ്. ഞാൻ വാതിലുകൾ തുറക്കുന്നത് നിന്നെ അനുഗ്രഹിക്കാനാണ്. നമുക്ക് കുറച്ചു നേരം കണ്ണുകൾ അടച്ചു പ്രാർത്ഥിക്കാം. ദൈവമേ, ഞങ്ങളുടെ ജീവിതത്തിലെ അടഞ്ഞ വാതിലുകളെയും തെറ്റായ വഴികളെയും അങ്ങയുടെ കണ്ണിലൂടെ കാണാൻ ഞങ്ങളെ സഹായിക്കണമേ. അങ്ങ് അടച്ചതും അങ്ങ് തുറന്നതുമായ വാതിലുകൾ ഒന്നും തെറ്റല്ലെന്ന് തിരിച്ചറിയാനുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളെ ശരിയായ സ്ഥലത്തേക്കും ശരിയായ ആളുകളിലേക്കും ശരിയായ സമയത്തേക്കും നയിക്കണമേ. ആമേൻ. ഇനി നമുക്ക് ക്രിസ്മസിനൊരുക്കമായി ഒരു ചെറിയ പ്രവൃത്തി ചെയ്യാം. ഒരു പേപ്പർ എടുത്ത് നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ അടഞ്ഞുവെന്ന് തോന്നുന്ന വാതിലുകൾ ഏതൊക്കെയെന്ന് എഴുതുക. അതൊന്നുറക്കെ വായിച്ച ശേഷം ശാന്തമായി ഇങ്ങനെ പറയുക, ദൈവമേ, ഇതിന്റെ പിന്നിലെ അങ്ങയുടെ വഴിയിലേക്ക് എന്നെ നയിക്കണമേ എന്ന്. ഇതോടുകൂടി 6ാം ദിവസം ഇവിടെ സമാപിച്ചു. ഇനി നമുക്ക് നാളെ വീണ്ടും കാണാം.